യൂദായെ നിന്നുടെ മഹനീയ സാന്നിധ്യം നുകർന്നു ധന്യനായി തീർന്നിടട്ടെ. പുതിയ നിയമത്തിൽ പത്രോസിന്റെ പേര് 190 തവണ പരാമർശിക്കുമ്പോൾ ഇതര 11 അപ്പോസ്തലന്മാരുടെയും പേരുകളാകെ 130 തവണ മാത്രമേ ബൈബിളിൽ പരാമർശിക്കുന്നുള്ളൂ. കാരണം പ്രമുഖ സ്ഥാനം പത്രോസിനാണ്. മറ്റപ്പോസ്തലന്മാർ ഇതെല്ലാം അംഗീകരിച്ചിരുന്നു. നാം വണങ്ങുന്ന നമ്മുടെ സ്വന്തം പുണ്യവാനായ യൂദായും പത്രോസിന്റെ പരമാധികാരത്തെ അംഗീകരിച്ചിരുന്നു. അതോടൊപ്പം ക്രിസ്തുവിന്റെ ശാസനകൾക്ക് വിധേയപ്പെട്ടിരുന്നു. ക്രിസ്തുവിന്റെ ശാസനയ്ക്ക് വിധേയപ്പെടാൻ സകലരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധു സോദരൻ എന്നാൽ ദൈവപുത്രൻ, ഈശോയോടൊപ്പം വളർന്നവൻ നീ. ബന്ധു സോദരൻ എന്നാൽ ദൈവപുത്രൻ, ഈശോയോടൊപ്പം വളർന്നവൻ നീ. അത്ഭുതവാനാകും യൂദാ തദേവുസേ, അത്ഭുതവാനാകും യൂദാ തദേവുസേ, ഞങ്ങൾക്കെന്നും കൂട്ടാകണേ. ഈശോയോടൊപ്പം നടത്തിയിടണേ. അസാധ്യകാര്യമധ്യസ്ഥ ഞങ്ങൾക്കായെന്നും പ്രാർത്ഥിക്കണേ. അസാധ്യകാര്യമധ്യസ്ഥ ഞങ്ങൾക്കായെന്നും പ്രാർത്ഥിക്കണേ.